തലപ്പാക്കറ്റ് ബിരിയാണി, ആമ്പൂർ ബിരിയാണി, തലശ്ശേരി ബിരിയാണി, ഡിണ്ടിഗൽ ബിരിയാണി, ചെട്ടിനാട് ബിരിയാണി, കൊൽക്കത്ത ബിരിയാണി, ഹൈദരാബാദ് ബിരിയാണി, മലബാർ ബിരിയാണി, കാശ്മീരി ബിരിയാണി, അങ്ങനെ പലതരം വെറൈറ്റീസ് ബിരിയാണീസ് ഉണ്ടല്ലേ. ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ടിരിക്കുകയാണ് നമ്മുടെ നെട്ടിക്കൽ ബിരിയാണി. അപ്പോൾ നമുക്കില്ലേ ഒരുപാട് ആഡംബരവും ആർഭാടങ്ങളൊന്നും ഇല്ലാതെ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ട്രൈ ചെയ്ത് നോക്കിയാലോ. അത് അപാര ടേസ്റ്റാണ്, എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു ബിരിയാണിയാണ്. ഈ ബിരിയാണി ഉണ്ടാക്കാനായിട്ടേ നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല കേട്ടോ. എന്നാലോ നല്ല ടേസ്റ്റുമാണ്. നമ്മൾ ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റിംഗ് ടൈം വെക്കാം കേട്ടോ. നമ്മൾ ഈ ഒരു ബിരിയാണി കുക്കറിലാണ് കേട്ടോ തയ്യാറാക്കുന്നത്. നമ്മൾക്കിപ്പോൾ ഈ ചിക്കൻ റെസ്റ്റിംഗ് ടൈം വെച്ചില്ല എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾക്കപ്പോൾ ആ ചിക്കൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് അടുപ്പിൽ വെച്ച് ഒരു 2-3 വിസിൽ കേൾക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അപ്പോഴേക്കും ഇനി മസാലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ റെഡിയാക്കി എടുക്കാം. ഇവിടെ ഒരു 6 സവാള എടുത്തിരിക്കുന്നത്. നമുക്ക് സവാള ഒന്ന് ഗ്രേറ്റ് ചെയ്യാം. നമ്മുടെ കുക്കറിയുടെ വിസിലിൻ്റെ പുറത്ത് ആരോ വിരുന്നാർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നേ. അപ്പോൾ നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയിലേക്ക് ഒരു 2 തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ അവിടെ വെന്തിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ കുക്കർ തുറന്നു കൊടുക്കാം. എന്നിട്ട് അതിനകത്ത് നിന്ന് ആ ചിക്കൻ നമുക്ക് കോരിയെടുക്കാം. ആ ചിക്കനിലെ ഒരു വെള്ളം കണ്ട് നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുത്തില്ലായിരുന്നു. പക്ഷേങ്കിൽ തന്നെ ആ ചിക്കനിലുള്ള ഒരു വെള്ളം ആ കുക്കറിൽ കിടക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ സവാള തക്കാളി വേവിക്കുന്നതും നമ്മുടെ ബിരിയാണിയുടെ റൈസ് വേവിക്കുന്നതൊക്കെ. അപ്പോൾ ആ ചിക്കൻ്റെ ആ ഒരു നല്ല ഫ്ലേവറൊക്കെ നമ്മുടെ റൈസിലേക്കും നമ്മുടെ സവാളയിലേക്കൊക്കെ നന്നായിട്ട് ഇറങ്ങുവേ. അപ്പോൾ നമുക്ക് ആ വെള്ളത്തിലേക്ക് തന്നെ സവാളയും തക്കാളി ഇട്ട് കൊടുക്കാം. അതും ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2 വിസിലേക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോഴേക്കും നമുക്കിനി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ നമുക്കൊന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് അരഞ്ഞു വന്നിട്ടുണ്ടേ. നമ്മുടെ ഈ ബിരിയാണിയിൽ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതും കുറക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ തക്കാളി സവാളയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് ആ വെള്ളത്തിൽ നിന്നൊന്ന് കോരിയെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് പിന്നെ വേറെ സവാളയും തക്കാളി ഇട്ടിട്ട് വേറെ വെളിച്ചെണ്ണയിലൊന്നും വാറ്റേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് വെളിച്ചെണ്ണയും അത്ര പേരത്തെ ആവശ്യം വരില്ല. ഇനി നമ്മൾക്ക് കുക്കറിലുള്ള വെള്ളം കൂടി അളന്നെടുത്തിട്ട് നമുക്ക് അരി അടുപ്പത്തിടാം. അതിന് 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം, അരിയുടെ ഇരട്ടി വെള്ളമാണ് നമ്മൾ വെക്കേണ്ടത്. അതിനകത്തേക്ക് മസാല, നമ്മുടെ സ്പൈസസ് ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ക്യാരറ്റ് അരിഞ്ഞിട്ടുണ്ട്. അരി ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ആ കുക്കർ അടുപ്പത്ത് വെച്ച് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കുക്കറൊന്ന് മൂടി വെച്ച് ഒരു 2 വിസിൽ കേൾക്കണ വരെ നമ്മൾക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചോറ് അവിടെ വേവട്ടെ. അപ്പോഴേക്ക് നമുക്ക് ചിക്കൻ്റെ ഗ്രേവിക്കുള്ള അടുത്ത സ്റ്റെപ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു പാൻ അടുപ്പിൽ വെക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ നമുക്ക് മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, വേപ്പില അതൊക്കെ നമുക്കൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഗാർണിഷ് ചെയ്യാനുള്ള ഐറ്റംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് മാറ്റി വെക്കാം. ഇനി ആ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് ഒരുപാട് ക്രിസ്പി ഒന്നും ആവണ്ട കേട്ടോ, നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ആ ചിക്കൻ എടുത്ത് കഴിയുമ്പോൾ അതിലേക്ക് തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടാൽ നല്ലൊരു പച്ചമണമൊക്കെ മാറി വഴന്നു വന്നു കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന തക്കാളി സവാള ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ സവാളയെ പച്ചമുളകൊക്കെ മാറി നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 4-5 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. ബിരിയാണി മസാല ഉള്ളവർക്ക് അത് ചേർക്കാം കേട്ടോ. നമ്മൾ വേറെ പൊടികളൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടിയും മീറ്റ് മസാല മാത്രമാണ് ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് പുളിയില്ലാത്ത കുറച്ച് കട്ടത്തൈര് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ആ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് പച്ചമല്ലി, പുതിന അതെല്ലാം ഇട്ട് കൊടുക്കാം. നമ്മുടെ മസാല അവിടെ റെഡി ആകുമ്പോഴേക്കും നമ്മുടെ കുക്കറിൽ വിസിലൊക്കെ വന്ന് നമ്മുടെ റൈസ് അവിടെ സെറ്റായിട്ടുണ്ട്. നമുക്കിനി റൈസ് നമ്മുടെ ഗ്രേവി മസാലയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യ് ചൂടാക്കി ആ റൈസിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾക്ക് കുറച്ച് ക്യാരറ്റ്, പൈനാപ്പിൾ ഒക്കെ നമ്മുടെ ആ റൈസിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിരുന്ന സവാള,
വേപ്പില, അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഒരുപാട് ഐറ്റംസ് ഒന്നും ആവശ്യമില്ല. ഇനി നമ്മൾക്ക് അതൊന്ന് മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തീ വെച്ചിട്ട് ഓഫ് ചെയ്യാം. ഒരു ദമ്മിടാൻ വേണ്ടിയായിട്ടാണ്. കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴേക്കും നല്ലൊരു സ്മെല്ലാണ്. ശരിക്കും നമ്മുടെ ബിരിയാണിയുടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ടാറ്റാ.